എന്റെ കുടുംബം ഏതായാലും കലങ്ങി എന്നാ പിന്നെ ഈ നാട്ടിൽ ആരുടെയും കുടുംബം കലങ്ങാതിരിക്കേണ്ട, എല്ലാവരുടെയും അങ്ങോട്ട് നിരത്തി കലക്കിയേക്കാം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമാണ്. അവർ നന്നായിട്ട് ജീവിക്കാതിരിക്കേ എന്തോ ചെയ്തോട്ടെ. പക്ഷെ ചില ആളുകളെ കുറിച്ചിട്ട് ആൾക്കാർ വന്നിട്ട് പറയുന്ന കാര്യമുണ്ട്, ഓനോള് കൂടെയൊന്നുമില്ല, ഒരുമിച്ചല്ല, വേറെ വേറെയാണ്, അവൾക്ക് വേറെ അവിഹിതമുണ്ട്, അവൾക്ക് ഇൻസ്റ്റഗ്രാമിൽ അവിഹിതമുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന കുറെ ആൾക്കാരുടെ അടുത്താണ് പറയാനുള്ളത്. കർമ്മ എന്ന് പറയുന്നത് ബൂമറാങ് ആണ്. നിങ്ങളത് വിതച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൊയ്യ തന്നെ ചെയ്യും. ഞാനീ പറയുന്നത് എൻ്റെ കാര്യമല്ല കേട്ടോ, പക്ഷെ എൻ്റെ അറിവിലുള്ള ഒരാളുടെ കാര്യമാണ്. ഒറ്റ രാത്രി കൊണ്ട് അവൾക്ക് അവിഹിതം ഉണ്ടായി, അവൾ ഒളിച്ചോടി പോയി, അവൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ആളെ കൂടെ ഒളിച്ചോടി പോയി, അങ്ങനെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, കർമ്മ എന്ന് പറയുന്നത് റിയലാണ്. നിങ്ങളെ വീട്ടിലും പെൺകുട്ടികളുണ്ടാവും, നിങ്ങളും അനുഭവിക്കും. പിന്നെ അവരുടെ ലൈഫാണ്, അവർ ഒരുമിച്ച് ജീവിക്കേ വേർപിരിച്ച് ജീവിക്കേ അല്ലെങ്കിൽ ശരിയും തെറ്റും ഉണ്ടാവുക, അതൊക്കെ അവർ തീരുമാനിച്ചോളും. അവരെന്താ ചെയ്തോട്ടെ, പക്ഷേ അവിഹിതം പറഞ്ഞു വരുത്തുമ്പോൾ സൂക്ഷിക്കുക.